നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ കെട്ടുകാര്യസ്ഥത കൊണ്ട് എത്രയെത്ര ദുരന്തങ്ങളാണ് സംഭവിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളായ അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വനത്തിലൂടെയുള്ള വനപാത. ഈ വനപാതയിൽ അന്തർ സംസ്ഥാന പാതയാണിത്. ഈ വനപാതയിൽ എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസം വന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഉല്ലാസയാത്ര എന്ന് പറയുന്ന KSRTCയിൽ നിന്നും ഉല്ലാസയാത്രയ്ക്കുള്ള പ്രത്യേക ട്രിപ്പുകൾ KSRTCയിൽ ഉണ്ട്. ഈ റോഡിൽ നിങ്ങൾ മനസ്സിലാക്കണം, കുമ്മാട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കുമ്മാട്ടിപ്പാലം എന്ന് പറഞ്ഞൊരു പാലമുണ്ട്. ഈ പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് 6 മാസത്തോളമായിട്ട് ഇത് സമ്പൂർണ്ണമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. 2025 ഒക്ടോബറിലാണ് ഈ പാലം അടച്ചത്. 2025 നവംബറോടുകൂടി ഇതിൻ്റെ നിർമ്മാണത്തിൽ ഇടപെടും, പുതിയ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് യാതൊന്നും നടന്നിട്ടില്ല. അതിന് പകരം ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് സംവിധാനങ്ങളുടെ അനുമതിയോടുകൂടി തന്നെ തൊട്ടടുത്തൊരു സാമാന്തര പാത ഉണ്ടാക്കി. അതായത് ഈ പ്ലാസ്റ്റിക് ചാക്കിൽ മണ്ണൊക്കെ നിറച്ച് ചെറിയ ഒരു അല്പം വ്യാസമുള്ള ഒരു പൈപ്പ്, അത്ര വലിയ വ്യാസമൊന്നുമില്ല ഇത്, അങ്ങനെ പൈപ്പുകൾ അടിയിലൂടെ ഇട്ടിട്ടാണ് ഈ സാമാന്തര പാലം ഉണ്ടാക്കിയിട്ടുള്ളത്. മണ്ണ് അടുക്കി വെച്ച് എത്ര ഭീതികരമായിട്ടൊരു സാഹചര്യമാണെന്നറിയോ? കാരണം നമുക്കറിയാം ഈ വനപാത വലിയ വെള്ളപ്പാച്ചിൽ വന്നു കഴിഞ്ഞാൽ അപ്പാടെ ഒഴുകിപ്പോവും. അങ്ങനെ ഒരു സംഭവം ഇന്ന് 7:30 ഈ പാലത്തിൻ്റെ അവിടെ ഉണ്ടായിരിക്കുന്നു. ചെറിയ കാറുകളാണ് അതിലൂടെ കടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടെ ഈ പറയുന്ന സാമാന്തരമായിട്ടുണ്ടാക്കിയ പാലത്തിന്മേൽ മണ്ണും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഭാഗികമായിട്ട് ആ പാലം തകർന്നിരിക്കുകയാണ്. ആനക്കയം, മുക്കുമ്പുഴ തുടങ്ങിയ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ഇപ്പോൾ ഈ കുടുങ്ങിപ്പോയ 2 കരകളിലുമായിട്ട് KSRTC ബസ് ഉല്ലാസയാത്രയ്ക്ക് പോയുള്ളവരും മറ്റ് ടൂറിസ്റ്റ് സഞ്ചാരികളും ഒക്കെ വാഹനങ്ങൾ കുടുങ്ങി. അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത്ര അപകടകരമായ സ്ഥിതിയാണ്. പഴയ പാലത്തുമ്പോൾ കൂടെ ഒരു കാരണവശാലും പോകാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ വരുത്തി വെച്ച കെട്ടുകാര്യസ്ഥതയാണ്. എത്ര മനോഹരമായിട്ടൊരു ഡെസ്റ്റിനേഷൻ പോയിന്റിലൂടെ പോകേണ്ട പാതയിലാണ് ഈ അപകടം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ നടക്കോ? തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ എത്രയോ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, അവിടെയൊക്കെ പോയി കാണണം കേരളത്തിലെ ടൂറിസ്റ്റ് മന്ത്രിമാരെ ആളുകളൊക്കെയും. എന്തായിരുന്നാലും ഇത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. പ്ലാസ്റ്റിക് ചാക്കുകൾ മണ്ണ് നിറച്ചല്ല സാമാന്തരപാലം അന്തർ സംസ്ഥാന പാതയിൽ ഉണ്ടാക്കി വെക്കേണ്ടത് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുന്നു. പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ നിരന്തരമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ വിഷയത്തിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പാലം അപ്പാടെ ഒലിച്ചു പോകുന്ന, അതിലൂടെ പോകുന്ന കാറുകളൊക്കെ മറ്റു ഒഴുക്കിപ്പെട്ട് അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആർക്കാണ് പോകുന്നത്? ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടെൻഡർ നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയായെന്ന് പറയുന്നത്. പക്ഷേ 30% തുക ഇത് ഏറ്റെടുത്ത കോൺട്രാക്ടർ ചോദിച്ചു. അതിനെ തുടർന്നുള്ള വിവാദങ്ങൾ വേറെ. പക്ഷേ ഇപ്പോഴും ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്നു. നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെയാണ് എൻ്റെ അവസ്ഥ. ഇന്ന് രാത്രി 7:30 ഈ പാലത്തിൻ്റെ ഭാഗമായി ഒലിച്ചു പോയിരിക്കുകയാണ്. ഫോറസ്റ്റ് സംവിധാനങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതുപോലെ മഴ തുടരുകയാണെങ്കിൽ രാത്രിയോടുകൂടി പൂർണ്ണമായിട്ട് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്തായിരുന്നാലും ഫോറസ്റ്റ് സംവിധാനങ്ങളുടെ ഇടപെടലിൽ ഈ പാലത്തുമ്പോൾ കൂടെ നടത്തി അപ്പുറത്ത് റൂട്ട് ബസ്സുകളിൽ വിനോദസഞ്ചാരികളെ കടത്തിവിട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 KSRTC ബസ്സുകളാണ് മലക്കപ്പാറ സൈഡിൽ നിന്ന് വരുന്നത് കിടക്കുന്നത് എന്നറിയാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി നിലവിൽ ആരും ഇപ്പോൾ വനത്തിലകപ്പെട്ടിട്ടില്ല. ബാക്കി എല്ലാവരെയും കുറേ പേരെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ചാലക്കുടിയിൽ നിന്നും KSRTC ബസ്സുകൾ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടുകൂടി ബാക്കിയുള്ളവരെയും ചാലക്കുടി ഭാഗത്തേക്കുള്ളവരെ കൊണ്ടുപോകും. എന്തായാലും ഇങ്ങനെയുള്ള അപകടാവസ്ഥകൾ അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ സംവിധാനങ്ങളും എത്ര വട്ടം ഇത് ശ്രദ്ധയപ്പെടുത്തിയിട്ടും ഇങ്ങനെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് സഞ്ചാരികൾ പോകുന്ന അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ റൂട്ടിൽ ഇതുപോലൊരു ഗതാഗത ചതി, ഈ പാലത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഒരു ഗതാഗത ചതി ഇവിടെ ഒരുക്കി വെച്ചത് ഇന്നുണ്ടാകുന്ന ഒരു വലിയ ദുരന്തമായിരുന്നു. തീർച്ചയായിട്ടും കുമ്മാട്ടിപ്പാലം അതിന് സാമാന്തരമായിട്ട് പാലം ഒലിച്ചു പോയിരിക്കുന്നു. അതിന് ഭാഗ്യമായി ഒലിച്ചു പോയിരിക്കുന്നു. ഇന്ന് രാത്രി മഴ പെയ്യാൻ പൂർണ്ണമായിട്ടും ഒലിച്ചു പോകും എന്നാണ് നമുക്ക് അവിടെ നിന്ന് അന്വേഷിച്ച് പറയാൻ സാധിച്ചത്. പുതിയ ഗവൺമെൻറ് നിലവിൽ വന്നിട്ടുണ്ട്. ടൂറിസം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെ ഈ വിഷയത്തിൽ ഇടപെടണം. ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ ഈ വിഷയത്തിൽ ഇടപെടണം. ഇങ്ങനെ ഒരു ചതി ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി എന്നത് പൂർത്തിയാക്കുന്ന ഒരു പിടിപാടില്ല. ഇനി നാളത്തേക്ക് വീണ്ടും സിമെൻറ്റ് ചാക്ക് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് കയറ്റി വയ്ക്കാനാണോ എന്നറിയില്ല. അവസ്ഥ വളരെ ശോചനീയമാണ്.